Dear students, good morning. ടു ഡയമെൻഷൻ ട്രാൻസ്ഫോർമേഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ടാണ് നാം പോകുന്നത്. ഫസ്റ്റത്തെ ക്ലാസ് കറക്റ്റായിട്ട് മനസ്സിലായവർക്ക് മാത്രമേ സെക്കൻഡ് പാർട്ടിലോട്ട് പോയാൽ മനസ്സിലാവുകയുള്ളൂ. അതായത് 2D ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നും ട്രാൻസ്ലേഷൻ എന്താണെന്നും പറഞ്ഞത് മനസ്സിലായാൽ മാത്രമേ അടുത്ത മെത്തേഡ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നാം ഇന്ന് പറയാൻ പോകുന്ന മെത്തേഡ് റൊട്ടേഷനാണ്. ട്രാൻസ്ലേഷൻ പോലെ തന്നെ ട്രാൻസ്ലേഷനിൽ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യലാണ്. അതായത് ഒരു സ്ഥലത്ത് ഒരു പൊസിഷനിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ മറ്റു പൊസിഷനിലോട്ട് മൂവ് ചെയ്യിക്കുന്ന ട്രാൻസ്ലേഷൻ. ഇത് റൊട്ടേഷനാണ്. അതായത് സർക്കുലർ പാത്തിലൂടെയുള്ള മൂവ്മെൻറ്റാണ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇന്ന് റൊട്ടേഷനാണ് അടുത്ത് പറയുന്നത്. എന്താണ് റൊട്ടേഷൻ എന്ന് നമുക്ക് നോക്കാം. In rotation, we rotate the object at particular angle theta from its origin. അതായത് ആംഗുലർ ഡിഫറൻറ്റിലുള്ള ചേഞ്ചാണ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് തീറ്റ ചേഞ്ചിന് ആംഗുലർ നമുക്കറിയാം. സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് നമുക്കൊരിക്കലും സെൻറ്റിമീറ്റർ ആയിട്ടോ മീറ്റർ ആയിട്ടോ ഒന്നുമല്ല പറയുക. അവിടെ എന്താണ് തീറ്റ ആംഗിളായിട്ടാണ് പറയുക. ഫ്രം ദ ഫോളോവിങ് ഫിഗർ we can see that the point Pxy is located at angle phi from the horizontal s coordinate with the distance r from the origin. അപ്പോൾ ഓൾറെഡി ഉള്ള നമ്മുടെ ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. ഒറിജിനൽ കോർഡിനേറ്റ് ആണ് Pxy. നമ്മൾ ഫസ്റ്റിലെ ട്രാൻസ്ലേഷനിൽ പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ചെയ്യപ്പെടാത്ത കോർഡിനേറ്റ് ആണ് Pxy എന്ന് പറയുന്നത്. ചേഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മളതിനെ P ഡാഷ്, അതായത് എക്സ് ഡാഷ് വൈ ഡാഷ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ അവിടെ ടി എക്സ് ടി വൈ എന്നുള്ള ഡിസ്റ്റൻസാണ് ചേഞ്ച് വരുന്നത്. അതേസമയം ഇവിടെ തീറ്റ എന്നുള്ള ചേഞ്ചാണ് വരുന്നത്. മനസ്സിലാക്കിയാൽ മതി. ഒന്ന് മനസ്സിലായാൽ പിന്നെ ബാക്കിയെല്ലാം ഈസിയാണ്. നമുക്ക് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ കണ്ടാൽ തന്നെ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഒറിജിനൽ കോർഡിനേറ്റ് Pxy. ഇതാണ് പുതിയ കോർഡിനേറ്റ് P ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നത്. അതായത് ചേഞ്ചിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. അതായത് ഇവിടെയുള്ള പോയിൻ്റ് അങ്ങോട്ട് മാറുമ്പോൾ വരുന്ന ചേഞ്ചാണ് തീറ്റ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും എന്താണ് ഫൈ എന്ന്. അപ്പോൾ ഓൾറെഡി അതൊരു സർക്കുലർ പാത്താണ്. അപ്പോൾ സർക്കുലർ പാത്തിലാകുമ്പോൾ നമുക്കറിയാം എക്സ് വൈ കോർഡിനേറ്റ് ടു ഡയമെൻഷണൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റും ഉണ്ടായിരിക്കും, വൈ കോർഡിനേറ്റും ഉണ്ടാവും. അപ്പോൾ ഇത് ചിത്രത്തിൽ നോക്കൂ. ഇതാണ് എക്സ് കോർഡിനേറ്റ്, ഇതാണ് വൈ കോർഡിനേറ്റ്. ഇങ്ങനെ വരുമ്പോൾ ഈ എക്സ് കോർഡിനേറ്റിൽ നിന്ന് ഉള്ള ആ ഡിസ്റ്റൻസ് അത് കിടക്കുന്നത് എസ് വൈ പ്ലെയിനിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എക്സ് കോർഡിനേറ്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ആംഗിളിനെയാണ് ഫൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഏത് ആംഗിളിലാണോ കിടക്കുന്നത് ആ ഫസ്റ്റ് പൊസിഷനിലെ ആംഗിളിനെയാണ് ഫൈ എന്ന് പറയുന്നത്. പിന്നെയുള്ള ചേഞ്ച് ചെയ്യുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി പറയുകയാണെങ്കിൽ ഫൈ പ്ലസ് തീറ്റയാണ് ഇപ്പോൾ ഉള്ള ആംഗിൾ. ഇപ്പോൾ ആദ്യം ഫൈലായിരുന്നു, പിന്നെ തീറ്റ ചേഞ്ച് ചെയ്തെന്ന് പറയുമ്പോൾ മൊത്തം എന്താണ് ഫൈ പ്ലസ് തീറ്റ കഴിഞ്ഞ ആംഗിളാണ് ഇവിടെ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വരെ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. അതായത് ഇവിടെ മുതൽ ഇതുവരെ എന്ന് പറയുമ്പോൾ ഫൈ പ്ലസ് തീറ്റയാണ്. മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. ഇതാണ് പുതിയ, അതായത് പി ഡാഷിൻ്റെ ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. Let us suppose you want to rotate at it the angle theta. After rotating it new location, you will get a new point P dash x dash y dash. അതായത് തീറ്റ ഓൾറെഡി ഫൈ എന്നുള്ള ആംഗിളിൽ കിടക്കുന്ന പോയിൻറ്റിനെ വീണ്ടും എക്സ് പൊസിഷനിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് പി ഡാഷ് എന്ന് പറയുന്നത്. അതിൻ്റെ കോർഡിനേറ്റ് എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. അപ്പോൾ പി എക്സ് വൈ എന്നുള്ളത് പി ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷായി ചേഞ്ച് ചെയ്യപ്പെട്ടു. ആംഗിൾ ഫൈ പ്ലസ് തീറ്റയായി മാറി. യൂസിങ് സ്റ്റാൻഡേർഡ് ട്രിഗ്നോമെട്രിക് ദ ഒറിജിനൽ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ് പി എക്സ് വൈ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്. അപ്പോൾ സാധാരണ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമുക്കറിയാം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞ കുറേ ഫംഗ്ഷൻസ് ചെയ്ത് തരുന്നതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയും. അതൊരു ജനറൽ കോൺസെപ്റ്റാണ്. അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന പ്രൂവ് ചെയ്യുന്നതൊന്നുമല്ല. അതൊരു ജനറൽ കോൺസെപ്റ്റാണ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആർ കോസ്റ്റ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്,
തീറ്റ എന്ന് പറയുന്നത് ആംഗിളാണ്. ഇവിടെ ഫസ്റ്റത്തെ ഒറിജിനൽ ആംഗിൾ ഫൈ ആയതുകൊണ്ട് തന്നെ ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുക. മറ്റേത് നമ്മൾ ചേഞ്ച് ചെയ്യപ്പെടുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ നിങ്ങൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ആർ കോസ് തീറ്റ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഫൈ എന്ന് പറയാൻ കാരണം നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ആംഗിൾ ഫൈ ആയതുകൊണ്ടാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ആർ കോസ് ഫൈയും വൈ എന്ന് പറയുന്നത് ആർ സൈൻ ഫൈയും. ഇത് രണ്ടുമാണ്. ഇതിന് ഇക്വേഷൻ 1 എന്നും 2 എന്നും കൊടുക്കണം. കാരണം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആയതുകൊണ്ട്. ഇനി നോക്കൂ, സെയിം വേ വി ക്യാൻ റെപ്രസെൻറ്റ് ദ പോയിൻറ്റ് പി ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, പുതിയ പോയിൻറ്റിനെ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുമ്പോൾ എക്സ് ഡാഷ് എന്നുള്ള പോയിൻറ്റ്, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആർ കോസ് ഫൈ ആണെങ്കിൽ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ആർ കോസ് ഫൈ എന്നുള്ളതിന് പകരം ഫൈ പ്ലസ് തീറ്റ. തീറ്റയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ തീറ്റ അതാണ് ഇവിടെ പറയുക, ആർ കോസ് ഫൈ പ്ലസ്. അതുപോലെ തന്നെ ഇവിടെ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ എന്നുള്ളത് എന്ന് പറയും സൈൻ ഫൈ പ്ലസ് തീറ്റ എന്നായി പറയും. ഫൈ പ്ലസ് തീറ്റ, തീറ്റ ആഡ് ചെയ്യണോണ്ട് അങ്ങനെ വരും. ഈ രണ്ടെണ്ണം മനസ്സിലായി എന്ന് കരുതണം. ഇത് മനസ്സിലായാൽ മാത്രമേ ഈ ഇക്വേഷൻ പറയാൻ കഴിയുള്ളൂ. ആർ കോസ് ഫൈ പ്ലസ് തീറ്റ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ നമുക്ക് ട്രിഗ്നോമെട്രിയുള്ള മറ്റൊരു ഇക്വേഷനാണ് കോസ് എ പ്ലസ് ബി അല്ലെങ്കിൽ സൈൻ എ പ്ലസ് ബി. അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എക്ക് പകരം എന്താണ് ഫൈയും ബിക്ക് പകരം തീറ്റയാണ്. അപ്പോൾ കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി ആണ്. കോസ് എ കോസ് ബി ആണ്. അപ്പോൾ നോക്കൂ, ആർ കോസ് തീറ്റ പ്ലസ് ഫൈ എന്ന് ഫൈ പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ആർ കോസ് എക്ക് പകരം എന്താണ് ഫൈ ആണ്, ബിക്ക് പകരം തീറ്റയാണ്. അപ്പോൾ ആർ കോസ് ഫൈ കോസ് തീറ്റയാണ് വരിക. അപ്പോൾ ആ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കോസ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ആർ അതുപോലെ തന്നെ ഇവിടെ എഴുതുക. കോസ് എ എന്ന് പറയുന്നത് ഫൈ ആയതുകൊണ്ട് കോസ് എ കോസ് ബി ഉണ്ട്. അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്തു. അതിനെ നമ്മൾ ആർ കോസ് എ കോസ് ബി പിന്നെ മൈനസ് ആർ സൈൻ എ സൈൻ ബി. അപ്പോൾ കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇവിടെ എക്ക് പകരം ഫൈ ആയതുകൊണ്ട് ഫൈ ഇട്ടു ബിക്ക് പകരം. അപ്പോൾ കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ കോസ് എ കോസ് ബി അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൈനസ് സൈൻ എ സൈൻ ബി. അപ്പോൾ ആ ഇക്വേഷൻ അങ്ങനെ മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും ഭാഗം, അതായത് ഇവിടുന്ന് ഇത്രയും ഭാഗം എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെയാണ് സൈൻ എ പ്ലസ് സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞത് കോസ് എ സൈൻ ബി. അതായത് നോക്കുക, പ്ലസ് സൈൻ എ കോസ് ബി. അപ്പോൾ ഈ ആറ് എന്നുള്ള വാല്യൂ അതിൻ്റെ കൂടെ തന്നെ എഴുതണമെന്നില്ല. ആറ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അതെല്ലാം അങ്ങനെ എടുത്ത് എഴുതിയെന്ന് വെച്ചാലും പ്രശ്നമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഫസ്റ്റത്തെ മൂന്നാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് കോസ് എ പ്ലസ് ബിയും നാലാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് സൈൻ എ പ്ലസ് ബിയും. കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സൈൻ എ കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി. ഈ രണ്ട് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്കിവിടെ ആർ കോസ് എ കോസ് ബി നമുക്കറിയാം. ആർ കോസ് ഫൈ നിങ്ങൾ മുന്നേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് ആണെന്നുള്ളത്. സംശയം തിരിഞ്ഞ് നോക്കാം, ബാക്കിലോട്ട് നോക്കാം. ആർ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പോൾ ഈ ആർ കോസ് ഫൈക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് കോസ് തീറ്റ എന്ന് എഴുതാം. നോക്കൂ, എക്സ് കോസ് തീറ്റ. ഇനി മൈനസ് ആർ സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്. സോ മൈനസ് ആർ സൈൻ തീറ്റ ആർ സൈൻ തീറ്റ വൈ സൈൻ തീറ്റ, വൈ ആണ് ആ വാല്യൂ, വൈ സൈൻ തീറ്റ. അതുപോലെ വൈ ഡാഷും. അപ്പോൾ ഇതിനെല്ലാം പകരം വാല്യൂ വൈ ഡാഷ്. ആർ കോസ് ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എക്സ് ആണ്. അപ്പോൾ എക്സ് സൈൻ തീറ്റ. അതേപോലെ ആർ സൈൻ ഫൈ എന്ന് പറയുന്നത് വൈ ആണ്, വൈ കോസ് തീറ്റ. അങ്ങനെ ഇങ്ങനെയുള്ള ഈക്വേഷൻ രണ്ടും ആ ഒരു ഇതിൽ നിന്നും കിട്ടും. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം 3ഉം 4ഉം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? മാട്രിക്സ് ഫോർമാറ്റ് എഴുതാം. മാട്രിക്സ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എഴുതിയ പോലെ തന്നെ എക്സ് വൈ എന്ന് പറയുന്നത് സാധാ കോർഡിനേറ്റ്. ആ എക്സ് വൈ എന്ന കോർഡിനേറ്റ് കൂടി നമ്മൾ കൊടുക്കുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് ജനറൽ മാട്രിക്സ് ആണ്. കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, ആ മാട്രിക്സ് ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റടുത്ത് നമ്മൾ ഇപ്പോൾ ടി എക്സ് ടി വൈ എന്ന് പറയുമ്പോൾ ടി എക്സ് ടി വൈ നമ്മൾ മാട്രിക്സ് രൂപത്തിൽ എഴുതിയിരുന്നു. അല്ലെങ്കിൽ എന്ത് എഴുതും? ടി എക്സ് 0 ടി വൈ എന്ന് എഴുതും. അതും ഒരു ഈക്വലാണ്. അതായത് നമുക്ക് 2/2 മാട്രിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം. ഇതതുപോലെ 2/2 മാട്രിക്സ് ആക്കി എഴുതുമ്പോൾ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് ജനറൽ ഫോർമാറ്റാണ്. ട്രിഗ്നോമെട്രിക്കിൽ ജനറൽ ഫോർമാറ്റാണ് പറയുന്നത്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഓർ വേറെ തരത്തിൽ എങ്ങനെ എഴുതാം? പി ഡാഷ് ഈക്വൽ ടു പി ഡോട്ട് ആർ. അതായത് പി എന്ന് പറയുന്നത് സാധാ ഒറിജിനൽ ഫസ്റ്റിലെ പൊസിഷനാണ്, ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് പൊസിഷനാണ്. അപ്പോൾ പി ഡാഷ് എന്ന് പറയുന്നത് ആദ്യത്തെ പൊസിഷനോട് കൂടി റൊട്ടേറ്റിംഗ് പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്നുള്ള അർത്ഥത്തിലാണ് പി ഡാഷ് ഈക്വൽ ടു പി ഇൻറ്റു ആർ എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷൻ മെട്രിക്സ് ആണ് ഇത്. ഈ കിടക്കുന്നതാണ് റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റത്തെ റൊട്ടേഷൻ മെട്രിക്സ്, മറ്റത് ഇത് എന്നിട്ട് ഫോം ചെയ്യുന്ന മെട്രിക്സ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ദ റൊട്ടേഷൻ ആംഗിൾ ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. റൊട്ടേഷൻ ആംഗിൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ദ പോസിറ്റീവ് റൊട്ടേഷൻ ആംഗിൾ വി ക്യാൻ യൂസ് ദ റൊട്ടേഷൻ മെട്രിക്സ്. ഹൗവർ നെഗറ്റീവ് ആംഗിൾ റൊട്ടേഷൻ ദ മെട്രിക്സ് വിൽ ചേഞ്ച് ഷോൺ ബിലോ. അപ്പോൾ എന്താണ്? പോസിറ്റീവ് ആണ് നമ്മൾ ഇതുവരെയും പറഞ്ഞ പോസിറ്റീവ് റൊട്ടേഷൻ മെട്രിക്സ് ആണ്. നെഗറ്റീവ് ആകുമ്പോൾ ചേഞ്ച് വരും. തീറ്റ എന്താണ്? നമ്മുടെ ആംഗിൾ എല്ലാം തന്നെ മൈനസ് ആവും. ആ ഒരൊറ്റ വ്യത്യാസം വരുള്ളൂ. എല്ലാ ആംഗിളും മൈനസ് ആവും. മൈനസ് ആകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കോസ് മൈനസ് ആയാലും എന്താണ്? പ്ലസ് തന്നെയാണ്. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. സൈൻ തീറ്റ അതേസമയം എന്താവും? മൈനസ് ആയി മാറും. അപ്പോൾ നോക്കൂ, ഇവിടെ എല്ലാവരും മൈനസ് കൊടുത്തു. പക്ഷേ എന്താണ്? കോസിന് മൈനസ് കൊടുത്താൽ എഫക്റ്റ് ചെയ്യില്ല. ബാക്കി എന്താണ്? സൈനിന് മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് കുറച്ചൊരു പ്രയാസം ട്രാൻസ്ലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ റൊട്ടേഷൻ ഈസിയാണ്. എങ്കിലും ട്രാൻസ്ലേഷനേക്കാളും കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ടുള്ളതാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒന്നല്ല ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കി നോക്കുക. ആദ്യം ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് പിന്നെ ഒന്ന് ഈ സോൾവിങ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.